ഹായ്! ഇന്ന് നമുക്കൊരു അടിപൊളി മഷ്റൂം കറി ഉണ്ടാക്കാം. വൈറ്റ് മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാൻ 2, 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഒരു വലിയ സവോള എടുക്കുന്നുണ്ട്. ഒരു 3, 4 അല്ലി വെളുത്തുള്ളി കൂടി എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. ഇനി നമുക്കൊരു തക്കാളിപ്പഴം കൂടി എടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഞാൻ ചരിച്ചാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇനി സവോള നമുക്ക് നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത്. അടുത്തത് നമുക്ക് തക്കാളിപ്പഴം അരിഞ്ഞെടുക്കാം. ഒത്തിരി ചെറുതാക്കി അരിയണ്ട കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചെറുതായി അരിഞ്ഞ് ചതച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ട് ചതയ്ക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ കൂൺ അരിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊന്ന് കഴുകി വാരിയെടുക്കാം. ഇനി കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ കനം കുറച്ചൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. കറിക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കിട്ടുമ്പോഴുള്ള രുചി അതൊന്ന് വേറെ തന്നെയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. കൂടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഈ 5 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, തക്കാളിയിലെ മഷ്റൂമിലെ വെള്ളം ഇറങ്ങി ഗ്രേവി സെറ്റായിട്ടുണ്ട് കേട്ടോ. മഷ്റൂം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്